റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറത്തു കൊണ്ട റബ്ബേ, വ ഇസ്രാഫനാ ഫി അംരിന, ഞങ്ങളെ കാര്യത്തിൽ വന്നുപോയ അമിതമായി ഞങ്ങൾ ചെയ്തു പോയ പല കാര്യങ്ങളുണ്ട്, അത് പൊറത്തു കൊണ്ട പടച്ചോനെ. വ സബ്ബിത്ത് അക്ദാമന, ഞങ്ങളെ കാൽപാദങ്ങൾക്ക് നീ ഉറപ്പ് കൊണ്ട പടച്ചോനെ. ഇത് ഇളകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ചിലപ്പോൾ നമ്മൾ ചാഞ്ഞു പോകും. മയ്യത്താണ്ട് കബറടക്കാൻ പറ്റൂല, കബർസ്ഥാനൊക്കെ കൊണ്ടുവരാൻ പറ്റൂല, പെൺകുട്ടികളെ കല്യാണം നടക്കൂല, ഞങ്ങൾ മുടക്കും, നിങ്ങളെ കച്ചവടം ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ഇളകിപ്പോകും, കാലൊന്ന് ഇടറിപ്പോകും, ഒന്ന് മനസ്സ് മാറിപ്പോകും. അതിലൂടെ നമ്മൾ ചെയ്യുന്നത് വലിയ ഗുരുതരമായ തെറ്റായിപ്പോകും. കാരണം എന്താ, അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിനെ നമ്മൾ കൂട്ടുനിൽക്കലാകും, വിദേഹത്തിന് കൂട്ടുനിൽക്കലാകും. അതുകൊണ്ട് പടച്ചോനെ വസബ്ബിത്ത് അക്ദാമന, ഞങ്ങളെ കാലുകൾക്ക് നീ ഉറപ്പ് കൊണ്ട പടച്ചോനെ. ഈ കാലിൽ ആ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ, ധൈര്യം കാണിക്കാൻ, ശിർക്കിനെതിരിൽ വിദേഹത്തിനെതിരിൽ ശക്തമായി പ്രതിരോധിക്കാൻ ഞങ്ങളെ കാലുകൾക്ക് നീ ശക്തി കൊണ്ട പടച്ചോനെ. ഞങ്ങളെ പാദങ്ങൾക്ക് നീ ബലം കൊണ്ട പടച്ചോനെ. വസബ്ബിത്ത് അക്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, ഈ നിഷേധികളായ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കും പടച്ചോനെ. ഈ നിഷേധികൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണം പടച്ചോനെ. നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് പടച്ചോനെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഫഅസാബഹുമുല്ലാഹു സവാബദ്ദുനിയ വഹുസ്ന സവാബിൽ വഹുസ്ന സവാബിൽ ആഖിറ, ദുനിയാവിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലവും ആഖിറത്തിന് ഏറ്റവും നല്ല പ്രതിഫലവും അല്ലാഹു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഉത്തരം കിട്ടിയെന്നാണ് പറഞ്ഞത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർ അല്ലാഹുക്ക് ഭയങ്കരമായി ഇഷ്ടമാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. എന്താ പ്രാർത്ഥന? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വ ഇസ്രാഫന ഫീ അംരിന വസബ്ബിത് അക്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. നാല് കാര്യങ്ങൾ. ഒന്ന്, അവിശ്വാസികൾക്കായ ആളുകൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ സഹായം കൊണ്ട റബ്ബേ. പിന്നെ ഞങ്ങളെ കാൽപാദങ്ങൾക്ക് നീ സബാത്ത് കൊണ്ട റബ്ബേ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് ഇസ്രാഫുകളുണ്ട്, അതിന് നീ മാപ്പാക്കണം റബ്ബേ. ഇഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമേ. അപ്പം റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന 1, വൈസ്രാഫന ഫി അംരിന 2, വസബ്ബിത് അക്ദാമന 3, വൻസുർന അലൽ ഖൗമിൽ 4. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, അത് പ്രാവർത്തികമാക്കണം. അത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാൻ കാരണമായി തീരും.